ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. ഒരു ഏസറിന്റെ മോണിറ്റർ ഗെയിമിംഗ് അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോണിറ്ററാണ്. അവൻ വാങ്ങിച്ചിട്ട് ഡയറക്റ്റ് എൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് തന്നതാണ്. അപ്പോൾ നമ്മളുടെ ഏസറിൻ്റെ മോണിറ്ററാണ്. 27 ഇഞ്ചാണ് വരുന്നത്. ഇതാണ് മോഡൽ നമ്പർ. FHD ആണ്, IPS മോണിറ്റർ പാനലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഐറ്റം വെളിയിൽ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ഫുൾ പ്യൂർ വൈറ്റ് ആണ് വാങ്ങിച്ചത്. അവന് വൈറ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് വൈറ്റ് വാങ്ങിച്ചു. ഇതാൻ്റെ സ്റ്റാൻഡ് വരുന്നു. ഇത് വെക്കാൻ കുറച്ച് പാടുപെട്ടു. ഇതാണ് സ്റ്റാൻഡ് വരുന്നത്. കുറച്ച് ഡിഗ്രി ചരിക്കാൻ പറ്റും. ഇത് ഡയറക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ അടിയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ ക്ലിപ്പ് ഓൺ ചെയ്യുന്നത് പോലത്തെ ഒരു മോഡലാണ് ഇത് വന്നിട്ടുള്ള സ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു HDMI ഉണ്ട്, VGA ഉണ്ട്, ഓഡിയോ ഇന്നും ഔട്ടും ഉണ്ട്, DC ഉണ്ട്, പവർ പോയിന്റ്. ഓക്കെ, ഇതിൽ സ്പീക്കേഴ്സ് ഉണ്ട്. അതാണ് ഒരു ഇതുള്ളത്. 2 സ്പീക്കറും കൂടെ ഉണ്ട് അഡീഷണൽ. അപ്പോൾ നമുക്കിതിന് ഫുള്ള് വെളിയിലെടുക്കാം ഗൈസ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. പിന്നെ ഇങ്ങനെ കൂളറൊക്കെ വെച്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മോണിറ്റർ ഇവിടെയാണ് വെക്കാൻ പോകുന്നത്. കുറച്ച് സ്ഥലമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ടേബിള്, ഒരു മൈക്ക്, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ആ മോണിറ്റർ ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, ഇത് 14 ഇഞ്ച് സ്ക്രീന്. 14 ഇന്ന് ഇത് കാണുമ്പോൾ നല്ല 27 നല്ല കിടലും വലിയ സൈസ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഇത്രയ്ക്ക് സ്ലിമ്മാണ്. ഇവിടെ വരുമ്പോഴേ ആ ഒരു സ്പീക്കർ ഉള്ളത് കൊണ്ട് ഇവിടെ വരുമ്പോഴേ ആ ഒരു ഇതുള്ളൂ. അല്ലാതെ ഇത് ഇത്രയ്ക്ക് സ്ലിമ്മാണ്. വേറെ സൈഡ് ഇതും സ്ലിമ്മാണ്. കണ്ടോ, അത്യാവശ്യം താഴെ മാത്രമേ ഇങ്ങനെ ഒരു വെള്ള ഇത് വരുന്നുള്ളൂ. അത്യാവശ്യം കിടിലം മോണിറ്ററാണ്. ഇനി നമുക്ക് ഇതിനെ ഓണാക്കാം. അപ്പോൾ ഓണാക്കുന്നതിന് മുന്നേ നമുക്ക് കൂടെ കിട്ടിയതാണ്. നമുക്കൊരു HDMI കേബിൾ കിട്ടിയിട്ടുണ്ട് പുതിയത്. പിന്നെ മറ്റേ നമ്മൾ ഓഡിയോ ഇന്നും ഔട്ടിൻ്റെ ഒരു കേബിൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പവർ പോയിന്റ്. അപ്പോൾ അതെല്ലാം കൂടെയാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. നല്ല പ്രകാശം, നല്ല ക്ലാരിറ്റി ഗൈസ്. അപ്പോൾ നമ്മൾ പവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഓണാക്കി നോക്കാം. ഫസ്റ്റ് സ്വിച്ച് ഓണാണ്. ഓക്കെ, ലാപ്ടോപ്പ് ഓണായി. അപ്പോൾ ഗൈസ്, നമ്മളുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ മോണിറ്ററിന് പറയുകയാണെങ്കിൽ ഇത് ഏസറാണ്. ഏസറിൻ്റെ 1080p റെസൊല്യൂഷൻ വരുന്ന FHD ഉള്ള 144 Hz റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു മോണിറ്ററിന് വരുന്നത്. ആടെ പാവി, ഇന്ന് വാങ്ങിച്ചതേ ഉള്ളൂ. കണ്ട, ലാസ്റ്റ് പർച്ചേസ്ഡ് വാങ്ങിച്ചുള്ളൂ. അതിന് മുമ്പേ സ്റ്റോക്ക് തീർന്നു. കറന്റ്ലി അൺഅവൈലബിൾ. എന്തുവാടാ ഇത്? വാങ്ങിച്ചതേ ഉള്ളൂ, അതിനെ പറ്റിന്നാ സ്റ്റോക്ക് തീർന്നോ? ഓക്കെ, അപ്പം ഞാൻ എടുത്തത് ഈ ഒരു രൂപയ്ക്കാണ് എടുത്തത്. നോ EMI കോസ്റ്റ് ആയതുകൊണ്ട് ഡിസ്കൗണ്ട് ഒരു 300 രൂപ കിട്ടി. ടോട്ടൽ ഇത്രയാണ് വരുന്നത്. മൊത്തം 9 രൂപയാണ് ഈ ഒരു മോണിറ്റർ വരുന്നത്. ഓക്കെ, മോണിറ്റർ 727 ഇഞ്ച് അൾട്രാ സ്ലിമ്മാണ്. കിടിലം. ബാക്ക് ലൈറ്റ് LED ഉണ്ട്. 0 ഫ്രെയിം. ഇതായിരിക്കും VPN അപ്ഡേറ്റഡ് എന്നാ അടപ്പാ ഇതാരി. AMD റെഫ്രീസിംഗ് ഉണ്ട്. HDMI, VGA, iCare ഉണ്ട്. എക്കോ ഡിസ്പ്ലേ, 144 Hz, 0 ഫ്രെയിം. ഫ്രെയിംലെസ് ആണ്. അത്ര വലിയ ഇതില്ല. എന്ത് പടി ഇത്? അപ്പോൾ ഇവിടെ ബട്ടൺസ് എല്ലാം ഇവിടെ അടിയിലാണ് വരുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റത്തെ ബട്ടൺ, നാളെ പവർ ബട്ടൺ. സെക്കൻഡ് ബട്ടണിലാണ് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉള്ളത്. അത് നമ്മൾ ഇവിടെ വെച്ച് കൺട്രോൾ ചെയ്യുക. കളറ്, ഓഡിയോ ഉണ്ട്. സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓഡിയോ, പെർഫോമൻസ്, സിസ്റ്റം, ഇതൊക്കെ നോർമൽ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ എവിടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് അപ്പുറത്ത് വന്നല്ലേ. സെറ്റിങ്സ് ഇപ്പുറത്ത്. ഡിസ്പ്ലേ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ഒന്നാമത്തവൻ. 2 ഇപ്പുറത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് അഡ്വാൻസിൽ പോയിട്ട് ഇത് ഇന്റേണൽ എൻ്റെത് 144 ആണ്. ഡിസ്പ്ലേ 2 ആണ് നമ്മളുടെ പുതിയ മോണിറ്റർ. ഇത് 144 ആക്കുക. ഓക്കെ, ഇത് നമ്മൾ 50 വരെ കൊണ്ടുവരാൻ പറ്റും. 144 ഏറ്റവും ടോപ്പ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ RDR2 ആണ് ഇട്ടത്. അത്യാവശ്യം കിടിലൻ ഗ്രാഫിക്സ്. അയ്യോ, എന്ത് പറയാനാ, വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു രസം തന്നെ ഈ ഒരു ഗെയിമൊക്കെ.
ഗൈസ്, അപ്പോൾ നിങ്ങളും ഇതേ മോണിറ്റർ വാങ്ങാൻ നിൽക്കുവാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. കിടിലൻ തന്നെ ബ്രോ. അപ്പോൾ ഇതേ സെയിം മോണിറ്റർ നേരത്തെ ഉപയോഗിക്കുന്നുള്ളവർ കാണുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കല്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്. അപ്പോൾ ഇനിയും ഒരു വീഡിയോ വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു സൂൺ ഗൈസ്, ടാറ്റ.